മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. ഡ്രീം മേക്കേഴ്സ് ക്രിയേറ്റീവ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ മൈൻഡ്സ്കേപ്സ് ചിത്ര പ്രദർശനം നടത്തി. ഡ്രീം മേക്കേഴ്സ് ക്രിയേറ്റീവ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ മൈൻഡ്സ്കേപ്പ് ചിത്ര പ്രദർശനം ഒക്ടോബർ 15-ാം തീയതി ഫോർട്ട് കൊച്ചി ഡേവിഡ് ഹാൾ ആർട്സ് ഗാലറിയിൽ സംഘടിപ്പിച്ചു. 20 പ്രതിഭാശാലികളായ കലാകാരന്മാരുടെ ചിത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ പ്രദർശനം ഒക്ടോബർ 15 മുതൽ 20 വരെ പ്രതിദിനം രാവിലെ 10 മണി മുതൽ രാത്രി 8 മണി വരെ പൊതുജനങ്ങൾക്ക് തുറന്നിരിക്കും. എൻ്റെ പേര് ബേബി മണ്ണത്തൂർ, മൂവാറ്റുപുഴ അടുത്താണ് എൻ്റെ സ്ഥലം. ഞാൻ ഇന്ത്യൻ നേവിൽ ആർട്ടിസ്റ്റ് ആയിരുന്നു ഒരു 34 വർഷം. പക്ഷേ എങ്കിൽ പോലും ഒരു 2015 ശേഷം പൂർണ്ണമായിട്ടും അക്കാഡമിയായിട്ടും അതുപോലെ പൊതുസമൂഹമായിട്ടുള്ള ചിത്രകലയിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നത്. ഇപ്പോൾ ഈ നടക്കുന്ന എക്സിബിഷൻ ഡ്രീം മേക്കേഴ്സ് എന്ന ഒരു ഗ്രൂപ്പിൻ്റെ 7ാമത്തെ എക്സിബിഷനാണ്. ഇവിടെ ഇപ്പോൾ ഈ 20 ചിത്രകാരന്മാരുണ്ട് പങ്കെടുക്കുന്നവർ. അതിൽ വിവിധമായ വർണ്ണങ്ങൾ, അക്രിലിക്കുണ്ട്, ഓയിലുണ്ട്, വാട്ടർ കളറുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ AI കടന്നുവരവൊന്നും കലാകാരന്മാരിലേക്ക് സൃഷ്ടിപരമായ കാര്യങ്ങൾ കടന്നിട്ടില്ലെങ്കിൽ പോലും അവർക്ക് മറ്റ് ചിത്രങ്ങൾ സെയിൽ ചെയ്യുന്നതിനൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ട്. എങ്കിൽ പോലും പൂർണ്ണ ഹൃദയത്തോടെയാണ്, മനസ്സോടെയാണ് ഈ പങ്കെടുക്കുന്നവരെല്ലാം. ഫോർട്ട് കൊച്ചി വട്ടാഞ്ചേരി ആസ്ഥാനമായിട്ടാണ് അധികവും കേരളത്തിൽ തന്നെ ചിത്രകാരന്മാർ കൂടുതലും പ്രവർത്തിക്കുന്നത്. ഞാനൊക്കെയാണെങ്കിൽ തന്നെ അങ്ങനെ തന്നെയാണ് ശരിക്കും. കൂടാതെ കേരളത്തിൽ ചിത്രകലാ പരിഷത്ത് എന്നുള്ള വിശാലമായ ഒരു പരിഷത്തുണ്ട്. അതിലൂടെ ഞാൻ അതിൻ്റെ ഒരു പ്രധാന പ്രവർത്തനം കൂടി തന്നെയാണ്. അങ്ങനെ ഒത്തിരി ആൾക്കാരെ സംഘടിപ്പിക്കാനും ഇതുപോലെ ചിത്രകല ക്യാമ്പുകളും എക്സിബിഷൻ സംഘടിപ്പിക്കാനൊക്കെ ഉള്ള ഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ഏറെ കലാകാരന്മാരെ പരിചയപ്പെടാൻ അവസരം കിട്ടിയിട്ടുണ്ട്. കൊച്ചി ഹെറിറ്റേജ് ഓഫീസർ ബോണി തോമസ് ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. കലാകാരൻ ശ്രീ തോമസ് രാമപുരം സ്വാഗത പ്രസംഗം നടത്തി. RLV ഫൈൻ ആർട്സ് കോളേജിലെ മുൻ അധ്യാപകനും കലാകാരനുമായ ശ്രീ സിദ്ധാർത്ഥൻ അധ്യക്ഷത വഹിക്കും. കലാകാരൻ KM ബേബി മണ്ണത്തൂർ കൃതജ്ഞത രേഖപ്പെടുത്തി. സ്വാഭാവികമാണ് ആർട്ടിനോട് എനിക്കുള്ള താല്പര്യം. അത്ര തന്നെ താല്പര്യമാണ് ഹെറിറ്റേജിനോട് താല്പര്യം. ഈ കെട്ടിടം നിങ്ങളൊന്ന് നോക്കിയാൽ മനസ്സിലാവും. ഇത് ഒരു സാധാരണ കെട്ടിടമല്ല. സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇതൊരു ഡച്ച് ആർക്കിടെക്ചറിൻ്റെ. ന്യൂസ് ബ്യൂറോ, കൊച്ചി.